ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ദോശയിലേക്കുള്ള മസാല ദോശയല്ലേ, അപ്പോൾ ആ ദോശയിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചൂടായി വരുമ്പോൾ നമ്മൾ ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തയ്യാറാക്കുന്ന മസാല ദോശയാണ് കേട്ടോ. വേപ്പിലിട്ട് കൊടുക്കാം. കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സവാള ചെറുതാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും കുറച്ച് പുതിനയുടെ ഇലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. നാടൻ പുതിനയാണ്, അതുപോലെ നാടൻ വേപ്പിലയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല എന്ന് പറയുന്നത് കേട്ടോ, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് വഴറ്റി കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നായി വരുമ്പോഴേക്കും നമുക്ക് കിഴങ്ങിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് വഴറ്റാൻ. അപ്പോൾ നമുക്ക് ഉള്ളി വേഗം വാടി കിട്ടും. ഓക്കെ, ഇതിട്ട് വാടി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേർക്കാം. കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചതാണ്. അപ്പോൾ അത് ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കിഴങ്ങ് വേവിച്ച വെള്ളം കുറച്ച് ഒഴിച്ച് ഇളക്കിയെടുക്കാം. ഇനി ഒന്ന് മൊത്തത്തിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മസാല റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ കിഴങ്ങും കൂടി ഇട്ട് ഇങ്ങനെ ഈ പരുവത്തിൽ ആയി നിൽക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഈ മസാല. അപ്പോൾ ഇതുപോലെയൊക്കെ ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു മസാലയും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. മസാല ദോശയുടെ ഒരു നമ്മൾ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, എങ്കിലും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ടാവുമ്പോൾ ഓക്കെ. അപ്പോൾ നമ്മളൊരു ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. അയ്യോ, എൻ്റെ കൈ പൊള്ളി. അതൊക്കെ വീട്ടമ്മമാർക്ക് പറയുന്നതാണ് പൊള്ളലൊക്കെ അല്ലേ, ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ട് ഈ മസാല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ മസാല ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. മസാല എൻ്റെ കൂടെ ഇങ്ങോട്ട് തന്നെ പോരുന്നുണ്ട്. ചൂട് കുറച്ചധികമായിട്ട് കുഴപ്പമില്ല, അങ്ങനെയൊക്കെ തന്നെ ദോശ ഉണ്ടാവും അല്ലേ. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ദോശ ഉണ്ടാവും കേട്ടോ. അതുപോലെ ഇനി ഇതിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർക്ക്. ഇവിടെ നെയ്യിൻ്റെ ചൊയ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് ചേർക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ദോശ ആയി വരുമ്പോൾ നമ്മൾ ഈ മസാല ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഒരു സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ദോശ
ചങ്ങനായി വരുമ്പോൾ നമുക്കതിനെ ഇങ്ങനെ മടക്കി കൊടുക്കാം. മടക്കി കൊടുക്കാം. നമ്മൾ മസാല ഇട്ട് കൊടുത്തു. ഇനി ദോശേനെ ഇങ്ങനെ മടക്കി ഇങ്ങോട്ട് മടക്കുക, എന്നിട്ട് ഇങ്ങനെ ആക്കുക. ചെറിയ മസാല ദോശ തയ്യാർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷണമല്ല, നമ്മൾ ചെയ്യാറുണ്ട്, എന്നാലും ചെയ്യാത്തവർക്കായിട്ടാണ്. അപ്പോൾ പറ്റും പോലെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.